യെസ്, വെൽക്കം മിസ്റ്റർ ജോജോ കാഞ്ഞിരക്കാട്. താങ്ക് യു. ഒരു ബ്രീഫ് പ്രൊഫൈലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എനിക്കറിയാത്ത ഒരുപാട് എന്താ പറയുക, വലിയൊരു പ്രൊഫൈല് തന്നെ താങ്കൾക്കുണ്ട്. 3000-ലധികം മെമ്മറി ട്രെയിനിങ്, സംതിങ് ഡിഫറെന്റ് സെമിനാറുകൾ കൂടെ കൂട്ടിയിട്ടോ, ട്രെയിനിങ് മാത്രമല്ല. ഓഫ് കോഴ്സ് അത്രയധികം പ്രോഗ്രാം. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മെമ്മറി എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. ഓൺലി 1 പേഴ്സൺ കേരളത്തിൽ. അതുപോലെ തന്നെ ആങ്കറിംഗിൽ ഉണ്ടായിരുന്നു അല്ലെ, ഏഷ്യാനെറ്റ്, ദൂരദർശൻ. അത് കഴിഞ്ഞിട്ട് വിജയ് സിനിമകളിലൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ പോയിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ പോഡ്കാസ്റ്റിന് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഓണ്ടർപ്രണർഷിപ്പ്, ലീഡർഷിപ്പ് ആൻഡ് ലൈഫ്. ലെസൺസ് ഒരിക്കലും ഇനി ബുക്കുകളിൽ മാത്രമല്ല, ഒരുപാട് വ്യക്തികളുടെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. തീർച്ചയായും ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ജോജോ കാഞ്ഞിരക്കാടിന്റെ ലൈഫ്. യെസ്, ഇതിലൊന്നുമില്ല, ഇതില് നമ്മുടെ കഥ പറയാന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമ്മുടെ കഥ വേറെ ആർക്കും ഇല്ലല്ലോ, അതില്ല. നിങ്ങളെ കഥ വേറെ ആർക്കും ഇല്ല, എന്റെ കഥ എനിക്കേ ഉള്ളൂ. ഇത് കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കൊക്കെ അവരവരുടെ കഥയാണ് അല്ലെ. ഇപ്പൊ 700 crore ആൾക്കാർ ലോകത്തുണ്ടെങ്കിൽ അത്രയും സ്റ്റോറി ഉണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്റ്റോറീസ് ഉണ്ട്. അതിലൊക്കെ ഒരുപാട് ലെസൺസും ഉണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് തമാശകൾ ഉണ്ടാവും, കുറെ ദുരന്തങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, മിക്സ് ചെയ്തിട്ട് പോകും. യെസ്, എവിടെയാണ് നിങ്ങളുടെ ഒരു കരിയറിന്റെ സ്റ്റാർട്ടിങ്? ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഒരു ഗുണം കിട്ടിയത്, അന്ന് കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ എന്ന് പറഞ്ഞൊരു CSR, സിവിൽ സർവീസസ് ആസ്പിരൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു മന്ത്ലി മാഗസിനാണ്. ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അതിൽ ഈ സ്റ്റഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ വരും. അപ്പോൾ അതിലൊരു മൈൻഡ് പവർ സ്റ്റഡി ടെക്നിക്സ് എന്ന് പറഞ്ഞൊരു ബുക്കിനെ കുറിച്ചുള്ള പരസ്യം കാണുന്നു. അപ്പോൾ അത് ആവർത്തിച്ച് കണ്ടപ്പോൾ അതൊന്ന് അയച്ചു വരുത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ അയച്ചു വരുത്തി അത് ഒന്ന് പഠിച്ചു നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠനത്തിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താണ് ഒരു റിസൾട്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പഠനം ആ രീതികളൊന്ന് മാറാൻ തുടങ്ങി, നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും, നന്നായിട്ട് നമുക്ക് മെമ്മറിയിൽ കാര്യങ്ങൾ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ജന്മസിദ്ധമായ ഒരു കഴിവല്ല, മറിച്ച് ഇത് വളർത്തി എടുക്കാൻ സാധിക്കും, ട്രെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും സ്കില്ലാണെന്ന് മനസ്സിലായി. ഓക്കെ.